ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേർ ആയിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. 32,000 പേരാണ് ഗിദെയോൻ്റെ പിന്നിൽ അണിനിരന്ന് മിദ്യാന്യരെ എതിർക്കുവാൻ പുറപ്പെട്ടത്. ദൈവം പറഞ്ഞു, ഈ ജനം അധികമാണ്, ഇത്രയും പേരെ കൊണ്ട് നീ യുദ്ധത്തിന് പോകണ്ട. യുദ്ധം യഹോവയ്ക്കുള്ളത്. നിത്യനായ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത് എന്ന് ഈ ജനം അറിയണം. മഹത്വം ദൈവത്തിനായിരിക്കണം. ദൈവത്തിൻ്റെ കരമാണ് വീര്യം പ്രവർത്തിക്കുന്നതെന്ന് ജനം അറിയണം. ജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. സ്വന്തം ശക്തിയിൽ ഊന്നിയാൽ, സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ അവർക്ക് നിലനിൽപ്പില്ല.
തൽക്കാലം രക്ഷപ്പെട്ടുവെന്ന് തോന്നും, പക്ഷേ ആത്യന്തികമായ പരാജയത്തിലേക്ക് അവർ കൂപ്പുകുത്തും. അതുകൊണ്ട് ഈ ജനത്തിൽ, ബഹുജനത്തിൽ അനേകം പേര് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതിനെന്താണ് വേണ്ടത്? ഭയവും ഭീരുതയും ഉള്ളവർ അവർ ഗിലെയാദ് പർവ്വതത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. 30,000 പേരിൽ 20,000 പേര് മടങ്ങിപ്പോയി, 10,000 പേര് ബാക്കിയുണ്ട്. ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനെ, ഇതും അധികമാണ്, ഇത്രയും വേണ്ട, ഇവരിലും ഒരു സെലക്ഷൻ നടത്തണം, ഇവരിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ഇത്രയും പേരൊന്നും വേണ്ട, 2 ഭാഗമായി തിരിയും, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരാം. 2 കൂട്ടമായി തിരിയും. ഒരു കൂട്ടം ജനം അവരെ യുദ്ധത്തിന് വരണ്ട, അവർ മടങ്ങിപ്പോകണം. മറ്റൊരു കൂട്ടം ജനം അവർ പക്ഷേ ന്യൂനപക്ഷമായിരിക്കും, കുറച്ച് പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ, പക്ഷേ അവർ യുദ്ധത്തിന് പോയി പോന്നുകൊള്ളട്ടെ. ദൈവം പറഞ്ഞു, എങ്ങനെയാണ് അവരെ അങ്ങനെ വേർതിരിക്കാൻ പറ്റുക? ദൈവം പറഞ്ഞു, അവരെ വെള്ളത്തിങ്കിലേക്ക് നടത്തുക. വെള്ളത്തിങ്കിലേക്ക് ദാഹിച്ച് വലഞ്ഞ് മരുഭൂമിയിൽ കൂടി അവർ പോകുമ്പോൾ വിഷമിച്ച് നാവ് വരണ്ട് ദാഹത്തോടെ ആർത്തി പൂണ്ട് വെള്ളം കാണുമ്പോൾ അവരെ കുടിക്കാൻ ഓടും. അവർ മുട്ടുകുത്തി കുനിഞ്ഞ് വെള്ളം കുടിക്കുന്നവരെ അവരെ ഒരു കൂട്ടമായി നിർത്തുക. വെള്ളം കയ്യിലെടുത്തിട്ട് നക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരെ വേറെയും നിർത്തുക. 2 കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾ മുട്ടുകുത്തി വെള്ളത്തിങ്കൽ കുനിഞ്ഞ് കയ്യിൽ വെള്ളമെടുത്ത് കുടിച്ചു, പിന്നെയും വെള്ളമെടുത്ത് കുടിച്ചു, പിന്നെയും വെള്ളമെടുത്ത് കുടിച്ചു. അവരെ ഒരു ഭാഗമായി മാറ്റി നിർത്തുക. വേറൊരു കൂട്ടം ആളുകൾ അവർ യുദ്ധത്തിന് വേണ്ടി പോകുന്നവരാണ്, അവരുടെ ലക്ഷ്യം യുദ്ധമാണ്, അവർക്ക് ദാഹമുണ്ട്, ദാഹം ശമിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും കഷ്ടിച്ച് ദാഹം തീർക്കാൻ വേണ്ടി ആ വെള്ളം ഇങ്ങനെ നേരെ ശത്രുവിൻ്റെ നേരെ നോക്കിക്കൊണ്ട് വെള്ളം കൈക്കുമ്പിളിലെടുത്തു, ശത്രുവിനെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നക്കി നക്കി കുടിച്ചു. അല്പം പേരിന് മാത്രം, കഷ്ടിച്ച് ദാഹം തീർക്കാൻ മാത്രം വെള്ളം കുടിക്കുന്നു. അങ്ങനെ പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ അവരെ മാറ്റി നിർത്തുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ആത്മീയമായി വളരെ ആഴമുള്ളതാണത്, ആത്മീയമായി വളരെ അർത്ഥഗാംഭീര്യമുള്ളതാണത്. ആരാണ് യുദ്ധത്തിന് പോകേണ്ടത്? ഏത് യുദ്ധമാണ്? നാം ധരിക്കുന്നത് ഏതോ ശത്രുവിനുള്ള യുദ്ധം എന്നാണ്. എന്താണ് യുദ്ധം? ഒരു വിശ്വാസിയുടെ യുദ്ധം എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളത് മറക്കരുത്. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദുഷ്ടാത്മസേനയോടാണ് യുദ്ധം, പൈശാചിക ശക്തിയോടാണ് യുദ്ധം, പാപത്തോടാണ് പോരാട്ടം, പാപപ്രവണതകളോടാണ് യുദ്ധം, തിന്മയോടാണ് യുദ്ധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ അകത്തിരിക്കുന്ന പാപത്തോട് പോരാടുക, എൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന പാപപ്രവണതയോട് പോരാടുക, എൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാപപ്രകൃതിയോട്, പാപ സ്വഭാവത്തോട്, പാപത്തിൻ്റെ ജഡപ്രകൃതിയോട് പോരാടുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങൾ, ശരീരവും രക്തവുമുള്ള, മാംസവും രക്തവുമുള്ള മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം. തെറ്റിദ്ധരിക്കല്ലേ? ചിലർ പറയും, എനിക്ക് വലിയ പോരാട്ടമാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര കോപം, വലിയ പോരാട്ടമാണ് എനിക്ക്. ചിലർ പറയും, എനിക്ക് വീട്ടിൽ വലിയ പോരാട്ടമാണ്, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കില്ല, അവൾ നേരത്തെ കാലത്തൊന്നും വെച്ച് തരില്ല, അവൾ ചായ ഇട്ട് പോലും തരില്ല, അവൾ എപ്പോഴും പിള്ളേരുടെ കാര്യം മാത്രം നോക്കും, എന്നെ ഇപ്പോൾ അവൾക്കൊരു അവഗണനയാണ്. എനിക്ക് വലിയ പോരാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അതൊന്നും പോരാട്ടമല്ല, അതൊന്നും പോരാട്ടമല്ല. ചിലർ പറയും, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അനുസരണമില്ല, എൻ്റെ ഭർത്താവിന് എന്നെ സ്നേഹമില്ല. അതൊന്നുമല്ല പോരാട്ടം. പോരാട്ടം അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഛിദ്രശക്തിയോടാണ്, അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള പാപത്തോടാണ്, അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ളതായ പാപ സ്വഭാവത്തോടാണ് പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും, അന്ധകാര ലോകം ഇരുട്ടിൻ്റെ ശക്തിയോടും മാത്രമല്ല, സ്വർലോകങ്ങളിലെ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ
സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കണം, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. അതിന് ദൈവത്തിന് സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ തക്കവണ്ണം എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. എഫേസ് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചാൽ ഈ വാക്കുകളെല്ലാം കാണാം. നല്ല ആയുധ സന്നാഹത്തോടെ യുദ്ധം ചെയ്യണം. യുദ്ധത്തിന് പോകുമ്പോൾ ആയുധ സന്നാഹം വേണം. സത്യം, ഓണസ്റ്റി, സത്യസന്ധത, സത്യം അരയ്ക്ക് കെട്ടിയും. സഹോദരങ്ങളെ, നാം നുണ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ സാധ്യമല്ല. കളവ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലക്കാരനാകാൻ സാധ്യമല്ല. സൂത്രവും കൗശലവും പ്രയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാൻ സാധ്യമല്ല. തന്ത്രവും കൗശലവും എല്ലാം കൈവശം വെച്ചുകൊണ്ട് വളഞ്ഞ വഴികളിലും എല്ലാം പോയിക്കൊണ്ട് അസത്യവാദിയായി സത്യസന്ധത ഇല്ലാതെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ പെരുമാറിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ നമുക്ക് പ്രയോജനപ്പെടാൻ സാധ്യമല്ല. സത്യസന്ധതയായിരിക്കണം അരക്കെട്ട്. സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ദൈവനീതി, നീതി കവചമായി നമുക്ക് പടച്ചട്ടയായി നീതി ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. ജയജീവിതം വേണമെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരിപ്പായിരിക്കണം. ഇതാ നന്മ സുവിശേഷിക്കുന്നുടെ കാൽ പർവ്വതങ്ങളിന്മേലെത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നുടെ കാലത്ര മനോഹരം. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീ അമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ, കൊടുക്കുവാനല്ല, കെടുത്തു കളയുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുകയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ആയുധങ്ങളിൽ എല്ലാം തന്നെ ഒരായുധം ഒഴിച്ച് ബാക്കി എല്ലാം ഡിഫെൻസിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിനുള്ളത്. ശത്രു ഇങ്ങോട്ട് വെട്ടുമ്പോൾ തടുക്കാനുള്ളതാണ്. സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരിപ്പ്, രക്ഷ ശിരസ്ത്രം ആയിട്ട് തലക്കോരികയായിട്ട് രക്ഷ, പിന്നെ എന്താണ് നീതി എന്ന കവചം, വിശ്വാസം എന്ന പരിച, എല്ലാം ഡിഫെൻസ്, എല്ലാം ശത്രുവിൻ്റെ വെട്ടുകൾ തടുക്കാനുള്ളതാണ്. ഇങ്ങോട്ട് വരുന്ന വെട്ടുകളെ തടുക്കാൻ. പക്ഷേ ഒരായുധമുണ്ട് ശത്രുവിൻ്റെ നേരെ പ്രയോഗിക്കാൻ. അതേതാ? ആത്മാവിൻ്റെ വാള്, വചനം. വചനം ഉണ്ടായിരിക്കണം. വചനം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. ആത്മാവിൻ്റെ വചനം എന്ന ആത്മാവിൻ്റെ വാള് കൈക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ യുദ്ധസന്നദ്ധരായി പോകേണ്ടവരാണ്. അവരുടെ യോഗ്യതയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? യുദ്ധത്തിന് പോകുന്നവർ എണ്ണം കൂടുതൽ വേണ്ട, ഭയവും ഭീരുത്വമുള്ളവർ വേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? വെള്ളം, നല്ല ദാഹം, കുടിക്കാൻ ഓടുന്നു, എല്ലാവരും ഓടുന്നു. പക്ഷേ നോട്ടം, ഒരു ഭാഗം ആളുകളുടെ നോട്ടം അങ്ങ് ദൂരെ ശത്രുവിങ്കിലേക്കാണ്. ശത്രു വരുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നത് പോലുമില്ല. നല്ല കരുതലാണ്. ഹോസ്റ്റൽ മുറിയിലാണെങ്കിലും കരുതൽ, റാഗ് ചെയ്യാൻ വരുന്നതിന് മുമ്പിലും കരുതൽ, ക്ലാസ് മുറിയിലും കരുതൽ, ഓഫീസിലും കരുതൽ, പാടത്ത് പണിയെടുക്കുമ്പോഴും സൂക്ഷ്മത, പറമ്പിൽ പണിയെടുക്കുമ്പോഴും സൂക്ഷ്മത, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും സൂക്ഷ്മത, വേലക്കാരോട് സംസാരിക്കുമ്പോഴും സൂക്ഷ്മത, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സൂക്ഷ്മത, വളരെ കരുതൽ. ദൈവത്തിന് സ്തോത്രം. പകലും രാവും സൂക്ഷ്മത. എൻ്റെ ദൈവമേ, എപ്പോഴും കരുതൽ, ജാഗ്രത. അലർട്ടായിരിക്കുന്നു, വിജിലൻ്റ് ആയിരിക്കുന്നു, ജാഗ്രതയുള്ളവരായിരിക്കുന്നു. സ്നേഹിതരെ, യുദ്ധം ജയിക്കണമെങ്കിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നത് പോലുമില്ല. തന്നെത്താൻ സൂക്ഷിക്കും. വെള്ളം കുടിക്കാൻ കുനിയുകയാണ്, അപ്പോഴും ശത്രുവിൻ്റെ നേരെയാണ് നോട്ടം. പക്ഷേ ശത്രുവിനെ നോക്കിക്കൊണ്ട് വെള്ളം കൈക്കുമ്പിളും എടുത്തു, എന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ചു. നോട്ടം ശത്രുവിൻ്റെ നേരെയാണ്. ഈ കയ്യിൽ നിന്ന് കുറേശ്ശെ ചോർന്നു പോവില്ലേ? പിന്നെ കിട്ടി നക്കി കുടിക്കും.
കഷ്ടിച്ചങ്ങ് ദാഹം മാറുകയുള്ളൂ. കഷ്ടിച്ച് ആവശ്യത്തിന് മാത്രം. ഇത് വെള്ളം ധാരാളം ഉണ്ടല്ലോ, കുറച്ച് കുടിച്ചേക്കാം, ഇല്ല. വേറൊരു കൂട്ടം ആളുകളോ അവർ മുട്ടുകുത്തി കിട്ടിയല്ലോ, ഇഷ്ടം പോലെ കുടിക്കാമല്ലോ, അവർ കൈക്കുമ്പിളിൽ കോരിയെടുത്തു, കുടിക്കുന്നു കുടിക്കുന്നു പിന്നെയും കുടിക്കുന്നു. രണ്ട് ഭാഗം ആളുകൾ. ഒരു ഭാഗം ആളുകൾ കയ്യിൽ വെള്ളമെടുത്ത് ശത്രുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് മാറ്റാതെ ജാഗ്രതയോടെ ശത്രു വെട്ടാൻ വരുന്നുണ്ടോ, ശത്രുവിന് നീക്കം എന്താണ്, അതെല്ലാം നോക്കിക്കൊണ്ട് ഈ അല്പം വെള്ളം കുടിക്കാൻ ജാഗ്രതയോടെ ഇങ്ങനെ വെള്ളം പൊക്കി പൊക്കി നാവിനോട് അടുപ്പിച്ചുകൊണ്ട് നക്കി കുടിക്കുന്നു. അത് 300 പേരാണ് നക്കി കുടിച്ചവർ. ബാക്കിയുള്ളവരോ മുട്ടുകുത്തി കുനിഞ്ഞ് ഇഷ്ടം പോലെ കുടിച്ചു. ദൈവനമ്പുരാൻ പറഞ്ഞു, ദൈവനെ അതിൽ ആ പട്ടി നക്കി കുടിക്കും പോലെ കുടിച്ചവരെ മാത്രം മാറ്റി നിർത്ത്, അവർ മതി നിൻ്റെ കൂടെ, ബാക്കി എല്ലാവരും പൊയ്ക്കോട്ടെ, തിരിച്ചു പൊയ്ക്കോട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പരിപാടിയുമുണ്ടോ? നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരാൻ താല്പര്യമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം അത് നിസ്സാരമല്ല. ക്രിസ്തീയ ജീവിതം പ്രാണനെ വിലയേറിയതായി എണ്ണുന്നല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം എന്നെടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൽ 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഞാൻ ഭയത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഞാനും ദൈവവേലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും സുവിശേഷകനാണ്. ഞാൻ എളിമയോടെ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ഈ വാക്കുകൾ പറയാൻ എനിക്കെന്താണ് യോഗ്യത? ഈ വാക്കുകൾ ഉച്ചരിപ്പാൻ എനിക്ക് അർഹതയില്ലല്ലോ. കർത്താവേ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയാനുള്ള ആ വലിയ സമർപ്പണത്തിൻ്റെ എത്രയോ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശു എനിക്കൊരു ശുശ്രൂഷ തന്നു, യേശു എനിക്കൊരു ഓട്ടം തന്നു, അത് തേക്കണമെന്നേ എനിക്കുള്ളൂ. എൻ്റെ ഓട്ടം തേക്കണം, എൻ്റെ ശുശ്രൂഷ തേക്കണം, അല്ലാതെ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. എൻ്റെ ലക്ഷ്യം മറ്റൊന്നല്ല, എൻ്റെ പ്രാണനെ നേടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഞാനിതാ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി. അപ്രതിരോധ്യമായി തടുക്കാനാവാത്ത വിധം ഇതാ എന്നെ വലിച്ചു കൊണ്ടുപോകുകയാണ് പരിശുദ്ധാത്മാവ് എന്ന്. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ടു ജെറുസലേം. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ടു ജെറുസലേം. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാനിതാ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. സുവിശേഷത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കേണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം. എന്താ പറയേണ്ടത്? കർത്താവേ, ഇങ്ങനെയൊരു സമർപ്പണം അപ്പോസ്തലനായ പൗലോസ് എടുത്തു. 1-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ കീഴ്മേൽ മറിച്ചു, സുവിശേഷം കൊണ്ട് യൂറോപ്പിനെ നിറച്ചു. കർത്താവേ, ഏഷ്യയുടെ അനേകമനേകം ഭൂഭാഗങ്ങൾ സുവിശേഷത്താൽ ജ്വലിച്ചു. അപ്പോസ്തലൻ ഒരാളിൽ നിന്നുകൊണ്ട് അവിടുന്ന് വൻകാര്യം ചെയ്തു. എൻ്റെ കർത്താവേ, അത്രയ്ക്കൊന്നും പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്നാൽ കർത്താവേ, ഞാൻ ജീവിക്കുന്നൊരു കൊച്ചു വീടില്ലേ,
എൻ്റെ ഒരു കൊച്ചു കുടുംബമില്ലേ കർത്താവേ, നീ എനിക്ക് ദാനമായി തന്നൊരു കൊച്ചു കുടുംബമില്ലേ? എൻ്റെ ആ കൊച്ചു വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും, എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും, എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കൾ, കർത്താവേ, അങ്ങനെ ചുരുക്കം പേരടങ്ങിയ കൊച്ചു കുടുംബത്തിൽ അവിടെ യേശുവേ എനിക്ക് സാക്ഷാൽ സമർപ്പണമുള്ളവനായി, സാക്ഷാൽ ഒരു വിശുദ്ധനായി, സാക്ഷാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി എനിക്കിനിയുള്ള കാലവും നിൽക്കണമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ ഒരു സമർപ്പണം വരുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നുള്ള ഒരു സമർപ്പണം എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളിൽ നിന്നുകൊണ്ട് എതിരാളിയായിരിക്കുന്ന നിങ്ങളുടെ ഭാര്യ മന്ത്രിയുവാൻ ദൈവം പ്രയോജനപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ എന്നും ഉള്ളായിരിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ദൈവം മാറ്റിത്തരും. മക്കളുടെ അലസത മാറ്റിത്തരും. മക്കളുടെ വൃത്തിഹീനമായ ജീവിതം ദൈവം മാറ്റിത്തരും. നിൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ദൈവം ഉറപ്പിച്ചു നിർത്തും. ഉടഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ കുടുംബജീവിതം ഇനിയും ദൈവം നേരാക്കി തരും. ദൈവത്തിന് സ്തോത്രം. നിന്നെ ദൈവം ഒരു അനുഗ്രഹപാത്രമാക്കി തീർക്കും. നിൻ്റെ കുടുംബത്തിലും നിൻ്റെ നാട്ടിലും നീ ഒരു അനുഗ്രഹപാത്രമായി തീരും. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഇതിനെ അഴിച്ചു വിടുന്ന എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. മകനെ, നിന്നെ അഴിച്ചു വിടുന്നതിന് യേശുവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. മകളെ, നിന്നെ അഴിച്ചു വിടുന്നത് യേശുവിന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, ഒരു പ്രദേശത്തെ രക്ഷപ്പെടുത്താൻ, പ്രിയപ്പെട്ടവരെ, നീ നിൽക്കുന്ന ഫെലോഷിപ്പിൽ ഒരു ചലനമുണ്ടാകാൻ, നീ നിൽക്കുന്ന കൂട്ടായ്മയിൽ ഒരു ഉണർവുണ്ടാകാൻ, നിൻ്റെ ദേശത്ത് ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകാൻ ദൈവം നിന്നിൽ ആശയോടെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ ആശ നിങ്ങൾ തീർക്കുമോ? അവൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റുമോ? അവൻ്റെ പ്രതീക്ഷ നിങ്ങൾ നിറവേറ്റുമോ? അവനിത് ആശയോടെ നോക്കി നിൽക്കുന്നു. അവൻ കൊതിയോടെ നോക്കി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നിൻ്റെ അവസ്ഥയല്ല ദൈവം നോക്കുന്നത്. വരാനിരിക്കുന്ന കാലത്ത് നിന്നിലുള്ളതായ സാധ്യതകളാണ് ദൈവം നോക്കുന്നത്. ഇനിയുള്ള കാലത്ത് നിന്നിലുള്ളതായ സാധ്യതകൾ ദൈവം നോക്കുന്നു. ദൈവജനമേ, വൻ സാധ്യതകൾ ദൈവം നിന്നിൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുമ്പോൾ നിന്നെ കണ്ട ദൈവം നിന്റെ ശരീരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കേവലം ഒരു മാംസപിണ്ഡമായി ഗർഭപാത്രത്തിൽ നീ കിടക്കുമ്പോൾ, നീ രൂപപ്പെട്ട് വരുമ്പോൾ, അസ്ഥിവഞ്ചനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതാ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചു. അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അവൻ നിന്നെ മുദ്ര വെച്ചു. അവൻ നിന്നെ ദത്തെടുത്തു. അവൻ നിന്നെ തെരഞ്ഞെടുത്തു. അവൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. അവൻ നിന്നെ മുന്നമേ നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങളെ വിളിച്ചു പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ ദത്തെടുത്തു പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ മുന്നമേ അറിഞ്ഞു പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ മുന്നമേ നിയമിച്ചു പ്രിയപ്പെട്ടവരെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓമന പേർ ചൊല്ലി വിളിച്ചു. അവൻ നിങ്ങളിൽ ആശ വെച്ചിരിക്കുന്നു. മകനേ, നീ ഇനിയും പാപത്തിന്റെ പിറകെ പോകല്ലേ. യൗവനക്കാര്, നീ ഇനിയും നിന്റെ ആയുസ് നശിപ്പിക്കല്ലേ. മകളെ, നിന്റെ കുടുംബം നീ തകർക്കല്ലേ. നിന്റെ ഭർത്താവിന് നീ വേദന വിഷയമായി കഴിയല്ലേ. മകനെ, നിന്റെ കുടുംബം ഐശ്വര്യ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. നിനക്കൊരു പുതിയ തീരുമാനം എടുക്കാം. യേശുവേ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ഒന്നേ ഉള്ളൂ നാഥ, എനിക്കൊന്നേ ഉള്ളൂ. എൻ്റെ ഓട്ടം തേക്കണം. എനിക്ക് നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തേക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനൊരു തീരുമാനം നിങ്ങൾക്ക് വരുമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണും. ഈ ലോകത്തിൻ്റെ മായ, ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾ, ഇവിടെയുള്ള ജഡീക ഇമ്പങ്ങൾ, ഇവിടെയുള്ള താൽക്കാലിക സുഖങ്ങൾ, ഇവിടെയുള്ള ക്ഷണനേരത്തെ ഇമ്പങ്ങൾ, ഇവിടെയുള്ള വെറുക്കൂത്തുകൾ, ഇവിടെയുള്ള സന്തോഷ പ്രകർഷങ്ങൾ, എൻ്റെ സഹോദരങ്ങളെ, ഇവിടെയുള്ളതെല്ലാം മായ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാം മായല്ലോ, എല്ലാം മാറി മറയുമല്ലോ. പറയാനേറെ കാര്യങ്ങളുണ്ടല്ലോ പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം. കർത്താവേ, ഈ മായയായ ലോകത്തിൻ്റെ പിറകെ ഇനി ഞാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ ഒരു ജയാളിയായി എനിക്ക് നിൽക്കണം കർത്താവേ. ഈ ലോകത്തിന് മരിച്ചവനായി എനിക്ക് നിൽക്കണം കർത്താവേ. ജഡത്തിന് മരിച്ചവനായി എനിക്ക് നിൽക്കണം കർത്താവേ. നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ട് എനിക്ക് സമ്പാദിക്കണം കർത്താവേ. മരണത്തിലും ശവക്കുഴിയിലും തീർന്നു പോകാത്ത നിത്യശോഭന സങ്കേതം എനിക്ക് പ്രാപിക്കണം കർത്താവേ. ശവക്കുഴിയിൽ തീർന്നു പോകാത്ത നിത്യാനന്ദം, ശവക്കുഴിയിൽ തീർന്നു പോകാത്ത നിത്യസമ്പത്ത് നാഥ, മരണനേരത്ത് അപ്പോഴും വിട്ടുപോകാത്തതായ
ശാശ്വത യശസ് എനിക്കിന്ന് ആർജിക്കണം കർത്താവേ. എനിക്ക് നിത്യ സൗഭാഗ്യം പ്രാപിക്കണം. നിത്യജീവന്റെ ഉറപ്പ് എനിക്ക് വേണം. എൻ്റെ ബന്ധനങ്ങൾ അഴിയണം. സാത്താന്യ ശക്തികൾ, ശിഥില ശക്തികളെല്ലാം എന്നിൽ നിന്ന് മാറണം കർത്താവേ. എന്നെ കെട്ടിയിട്ട പിശാച്, എന്നെ കെട്ടുവാൻ ഉപയോഗിച്ച പാപത്തിന്റെ ചങ്ങലകളെല്ലാം എന്നിൽ നിന്ന് അഴിഞ്ഞു മാറണം. നാഥ, എനിക്ക് നീ ഒരു പൂർണ്ണ വിമോചനം തരണം. പാപക്കെട്ടുകൾ പൊട്ടിയിട്ട് എൻ്റെ നാഥനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണം. നിന്റെ വേല ചെയ്യാൻ എനിക്ക് നീ വിശുദ്ധി തരണം. നാഥ, നിനക്ക് വേണ്ടി തലമുറയിൽ ഓടുവാൻ എൻ്റെ കാലുകൾക്ക് വേഗത തരണം. നാഥ, എനിക്ക് പ്രാണൻ തരണം, എനിക്ക് ജീവൻ തരണം, എനിക്ക് ആത്മാവിനെ തരണം, എനിക്ക് ശക്തി തരണം, എനിക്ക് വിശുദ്ധി തരണം, എനിക്ക് വിശ്വാസം തരണം, എനിക്ക് ദൈവസ്നേഹം തരണം. ഗോകുൽത്തായിൽ വെളിപ്പെട്ട സ്നേഹം, കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ മനുഷ്യ ജീവിതത്തിൽ മുദ്രയിട്ട സ്നേഹത്തിന്റെ മധുരോദാരമായ ആ സൗഷ്ഠവം എനിക്ക് ലഭിക്കണം. ഇപ്പോൾ നീ എന്നെ തലോടണം, ഇപ്പോൾ നീ എന്നെ തൊടണം, ഇപ്പോൾ നീ എന്നെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് നന്ദിയുണ്ട് പിതാവേ. കണ്ണുനീര് തുടയ്ക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം. വേദന ആറ്റി അകറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ പാപക്കറകൾ കഴുകുന്നതിനായി സ്തോത്രം. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ കഴുകി വെടിപ്പാക്കി ഞങ്ങൾക്ക് പുതിയ ജീവിതം തരുന്നതിനായി സ്തോത്രം. യേശുവേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സന്ദർശിക്കണമേ, എല്ലാവരുടെയും മേലെ നിന്റെ പൊന്നുകരം വയ്ക്കണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ.